ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 1-2 സെൻറ്റൻസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സെൻറ്റൻസ് പറയാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോകാം, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ, നിനക്ക് ഞാൻ വരണമെന്നുണ്ടോ, നിനക്ക് ഞാൻ കഴിക്കണമെന്നുണ്ടോ, ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോകാം. എങ്ങനെ പറയാം? നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോകാം. ഓക്കെ, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. നീ സമ്മതിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് എങ്ങനെ പറയാം? നീ സമ്മതിക്കുകയാണെങ്കിൽ ഇഫ് യു എഗ്രി. ഓക്കെ, ഇഫ് യു എഗ്രി. എഗ്രി എന്ന് വെച്ചാൽ എന്താ? സമ്മതിക്കുക കേട്ടോ. അലൗ എന്ന് വെച്ചാൽ എന്താ? അനുവദിക്കുക. നമുക്ക് ഏത് വേർഡും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എഗ്രി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇഫ് യു എഗ്രി, നീ സമ്മതിക്കുകയാണെങ്കിൽ. ഇഫ് എങ്കിൽ എന്നാണ്. യു നീ, എഗ്രി സമ്മതിക്കുക. അപ്പോൾ നീ സമ്മതിക്കുകയാണെങ്കിൽ ഐ വിൽ ഗോ, ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോകും എന്നാട്ടോ. രണ്ട് മീനിങ്ങിലും നമുക്ക് യൂസ് ചെയ്യാം. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഗോ, ഞാൻ പോകാം. രണ്ട് രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പം ഇഫ് യു എഗ്രി, നീ സമ്മതിക്കുകയാണെങ്കിൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഐ വിൽ ഗോ, ഞാൻ പോകാം. ഐ വിൽ ഗോ, ഞാൻ പോകാം. ഭാവിയിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ വിൽ എന്നുള്ള ഓക്സിലറി വെർബ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി വില്ലിന് പകരം നമുക്ക് ഷാൾ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത സെൻറ്റൻസ് പറയാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. എങ്ങനെ പറയാം? ഇഫ് യു എഗ്രി. എന്താണ് ഇഫ് യു എഗ്രി? നമ്മൾ അതേപടി എടുത്തിട്ട് പറയും. ഇഫ് യു എഗ്രി, ഇഫ് യു എഗ്രി ഐ വിൽ ഡു, ഞാൻ ചെയ്യാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കളിക്കാം എന്നെങ്ങനെ പറയാം? നീ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇഫ് യു എഗ്രി. ഇനി ഞാൻ കളിക്കുക എന്നുള്ളത് എന്താണ്? ഐ വിൽ പ്ലേ. വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഐ വിൽ പ്ലേ. ഇഫ് യു എഗ്രി ഐ വിൽ പ്ലേ. ഇഫ് യു എഗ്രി ഐ വിൽ ബൈ. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങാം. ഇഫ് യു എഗ്രി ഐ വിൽ കം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഇഫ് യു എഗ്രി ഐ വിൽ സ്റ്റഡി. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വിളിക്കാം. എങ്ങനെ പറയാം? ഇഫ് യു എഗ്രി ഐ വിൽ കോൾ ഹിം. ഇഫ് യു എഗ്രി ഐ വിൽ കോൾ ഹിം. ഐ വിൽ കോൾ ഹിം, ഞാൻ അവനെ വിളിക്കാം. ഇഫ് യു എഗ്രി ഐ വിൽ ഇൻവൈറ്റ് ഹിം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യാം, ഞാൻ അവനെ ക്ഷണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നത് എങ്ങനെ പറയാം? ഇഫ് യു എഗ്രി ഐ വിൽ പ്ലസ് എന്താണോ ചെയ്യുന്നത് ആ കാര്യം നമ്മൾ ആ മെയിൻ വേർബ് എടുത്തിട്ട് പറയട്ടെ. എന്താണോ ആ കാര്യം എന്നുള്ളത് ആ വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ എടുത്തിട്ട് പറയാം. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു സെൻറ്റൻസാണ്. നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ, നിനക്ക് ഞാൻ വരണമെന്നുണ്ടോ, നിനക്ക് ഞാൻ കഴിക്കണമെന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ല ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളാണ്. എങ്ങനെ പറയാം? നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ, നിനക്ക് ഞാൻ ചെയ്യണമെന്നുണ്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. സോ ഇതിനെ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാട്ടോ പറയാം. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും തുടങ്ങുന്നത് എന്താണ്? ഒരു ഓക്സിലറി വെർബിലായിരിക്കും. സോ ഇവിടെ നമുക്ക് ഡു എന്ന ഓക്സിലറി വെർബിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാൻ നോക്കാം. ഡു യു വാണ്ട് മീ ടു ഗോ. ഡു യു വാണ്ട് മീ ടു ഗോ. നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ. ഡു യു വാണ്ട്, നിനക്കുണ്ടോ, നിനക്ക് ആവശ്യമുണ്ടോ, നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാട്ടോ. വാണ്ടിൻ്റെ മീനിങ് എടുക്കുകയാണെങ്കിൽ വാണ്ട് ആവശ്യം, ആഗ്രഹം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് ഞാൻ പോകണമെന്ന് ആവശ്യമുണ്ടോ, നിനക്ക് ഞാൻ പോകണം എന്നുണ്ടോ എന്ന് സെയിം ആണ്. ഡു യു വാണ്ട് മീ, നിനക്ക് ഞാൻ ആവശ്യമുണ്ടോ. എന്ത്? ടു ഗോ, പോകണമെന്ന് ആവശ്യമുണ്ടോ. ഡു യു വാണ്ട് മീ ടു ഗോ. ഇവിടെയും തന്നെ ടു പ്ലസ് മെയിൻ ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് കേട്ടോ. ഡു യു വാണ്ട് മീ ടു ഗോ. ഡു യു വാണ്ട് മീ ടു ഡു. നിനക്ക് ഞാൻ ചെയ്യണം എന്നുണ്ടോ. ടു ഡു, ചെയ്യുക. ഓക്കെ, ഡു യു വാണ്ട് മീ ടു ഡു. നിനക്ക് ഞാൻ ചെയ്യണമെന്നുണ്ടോ. ഇനി നിനക്ക് ഞാൻ വരണമെന്നുണ്ടോ എന്ന് എങ്ങനെ പറയാം? ഡു യു വാണ്ട് മീ ടു കം. നിനക്ക് ഞാൻ വരണമെന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു ഈറ്റ്. നിനക്ക് ഞാൻ കഴിക്കണമെന്നുണ്ടോ. ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം.
നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഡൂ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഗ്രാമാറ്റിക്കലി ഡൂ കറക്റ്റാണ്, പക്ഷെ നമുക്ക് ഡൂ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. യു വാണ്ട് മീ ടു ഗോ, നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ. നമ്മൾ ചോദിക്കുന്നിടത്ത് ഒരു ടോണ് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കുക. എങ്ങനെ ചോദിക്കാം? യു വാണ്ട് മീ ടു ഗോ, നിനക്ക് ഞാൻ പോകണമെന്നുണ്ടോ. യു വാണ്ട് മീ ടു ലീവ് ഹിയർ, നിനക്ക് ഞാൻ ഇവിടുന്ന് പോകണമെന്നുണ്ടോ, ഞാൻ ഇവിടുന്ന് പോകണമെന്നുണ്ടോ. യു വാണ്ട് മീ ടു സ്റ്റഡി വെൽ, നിനക്ക് ഞാൻ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടോ. യു വാണ്ട് മീ ടു സ്റ്റഡി വെൽ, നിനക്ക് ഞാൻ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടോ. യു വാണ്ട് മീ ടു ഈറ്റ് വെൽ, നിനക്ക് ഞാൻ നന്നായിട്ട് കഴിക്കണമെന്നുണ്ടോ. ഓക്കെ. യു വാണ്ട് മീ ടു ഡൈ, നിനക്ക് ഞാൻ മരിക്കണമെന്നുണ്ടോ. യു വാണ്ട് മീ ടു മാരി യു, നിനക്ക് ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ. ഇങ്ങനെ നമുക്കൊരു ടോണിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൂവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡൂ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇൻഫോർമലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന കേട്ടോ. പിന്നെ നമുക്ക് ഏത് ടോണിൽ വേണമെങ്കിലും ചോദിക്കാം. വളരെ ദേഷ്യത്തിൽ വേണമെങ്കിലും ചോദിക്കാം. വളരെ പാവപ്പെട്ട് വളരെ സിമ്പതിയോട് കൂടിയിട്ട് നമുക്ക് ചോദിക്കാം. ഏത് ടോണിൽ വേണമെങ്കിലും നമുക്ക് ഈ സെയിം ഫോമിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇന്ന് പഠിപ്പിച്ച ഈ 2 സെൻറ്റൻസും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാട്ടോ. വളരെ സിമ്പിളാണ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കറിയും, പക്ഷെ നമുക്കറിയില്ല. ആ ഒരു ഇതിൽ പോകുന്ന സെൻറ്റൻസ് കാണട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങളിത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ 1-2 സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. ക്ലാസ് എങ്ങനെയുണ്ട്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരൊറ്റ സോഴ്സ് എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സാണ്. അപ്പോഴത്തെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് സജഷൻസ് വേണമെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ സെൻഡ് ചെയ്യുക. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ സെൻഡ് ചെയ്യുക കേട്ടോ. നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ല, നമുക്ക് ഈ കമൻറ്റ് ബോക്സിലൂടെ മാത്രമേ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.